ഓഡിയോ ക്ലിപ്പ് വിവാദത്തിൽ ശോഭ സുരേന്ദ്രനെതിരെ ബി.ജെ.പി. കോർ കമ്മിറ്റിയിൽ വിമർശനം. പിന്നാലെ ഇറങ്ങിയ നിയമസഭാ തെരഞ്ഞെടുപ്പ് അവലോകന സംഘത്തിൽ ശോഭ സുരേന്ദ്രൻ ഇല്ല. ക്രൈസ്തവ സഭകൾക്കെതിരായ വിമർശനത്തിൽ ഷോൺ ജോർജിനും കോർ കമ്മിറ്റിയിൽ വിമർശനമുണ്ടായി. പരസ്യ വിമർശനം പാർട്ടി നിലപാടല്ലെന്നും അത് വേണ്ടെന്നും ഷോണിന് നിർദ്ദേശമുണ്ട്. തെരഞ്ഞെടുപ്പിൽ 5 സീറ്റ് വരെ ജയിക്കാമെന്നാണ് പാർട്ടിയുടെ വിലയിരുത്തൽ. ഇന്നലെ രാത്രി ഓൺലൈനായി ചേർന്ന ബി.ജെ.പി. കോർ കമ്മിറ്റി നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ബി.ജെ.പിക്ക് 5 മുതൽ 7 സീറ്റ് വരെ വിജയിക്കാനാകുമെന്ന വിലയിരുത്തൽ നടത്തി. നേമം, കഴക്കൂട്ടം, മഞ്ചേശ്വരം, പാലക്കാട്, കാട്ടാക്കട മണ്ഡലങ്ങളിൽ വിജയസാധ്യത കൂടുതലാണ് എന്ന വിലയിരുത്തലാണ് നടത്തിയത്. മറ്റ് പ്രധാനപ്പെട്ട 2 വിഷയങ്ങൾ വന്നത്, ഒന്ന് ഷോൺ ജോർജ് ക്രൈസ്തവ സഭകളെ വിമർശിച്ചതും മാത്രമല്ല ശോഭ സുരേന്ദ്രനെതിരായ പരാതിയുമാണ്. അതിൽ ശോഭ സുരേന്ദ്രനെതിരെ ബി.ജെ.പി. സംസ്ഥാന വൈസ് പ്രസിഡന്റ് കെ സോമനാണ് നടപടി വേണമെന്ന ആവശ്യം ഉന്നയിച്ചത്. ആലപ്പുഴ നോർത്ത് ജില്ലാ കമ്മിറ്റി അംഗം ബിന്ദു വിനയകുമാറും ശോഭ സുരേന്ദ്രനുമായുള്ള ഫോൺ സംഭാഷണത്തിൽ കെ സോമനെതിരായ അധിക്ഷേപ പരാമർശം നടത്തി. അത് തന്നെ പൊതുസമൂഹത്തിന് മുന്നിലും കുടുംബത്തിന് മുന്നിലും നാണം കെടുത്തി എന്ന വിമർശനമാണ് കെ സോമൻ ഉന്നയിച്ചത്. അതിനാൽ തന്നെ നടപടി വേണമെന്ന് സോമൻ ആവശ്യപ്പെട്ടു. ഇതിനു പിന്നാലെ 16-ാം തീയതി മുതൽ 23-ാം തീയതി വരെ നിയോജക മണ്ഡലങ്ങളിൽ തെരഞ്ഞെടുപ്പ് അവലോകനം ചെയ്യാനുള്ള നേതാക്കന്മാരുടെ ടീം രൂപീകരിച്ചു. ഇതിൽ ശോഭ സുരേന്ദ്രനെ ഒഴിവാക്കിയിട്ടുണ്ട്. 4 ജനറൽ സെക്രട്ടറിമാരിൽ M.T. രമേശും S. സുരേഷും അനൂപ് ആന്റണിയും ഈ അവലോകനം നടത്തേണ്ട ടീമിലുണ്ട്. M.T. രമേശും S. സുരേഷും നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചിരുന്നില്ല. എന്നാൽ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച അനൂപ് ആന്റണിയും ഈ അവലോകനം നടത്തുന്ന ടീമിലുണ്ട്. അതായത് ശോഭ സുരേന്ദ്രനെതിരെ പരാതി ഉണ്ടായതുകൊണ്ട് തന്നെയാണ് ഈ അവലോകന സംഘത്തിൽ നിന്ന് ഒഴിവാക്കിയതെന്നാണ് ബി.ജെ.പി. കേന്ദ്രങ്ങൾ വ്യക്തമാക്കുന്നത്. അതേസമയം തന്നെ കോർ കമ്മിറ്റിയിൽ ഉയർന്ന മറ്റൊരു വിഷയം ക്രൈസ്തവ സഭകളെയും സഭാ മേലധ്യക്ഷന്മാരെയും ഷോൺ ജോർജും പി.സി. ജോർജും വിമർശിക്കുന്ന വിഷയമാണ്. പാർട്ടി തീരുമാനപ്രകാരമല്ല ക്രൈസ്തവ സഭകളെ ഷോൺ ജോർജ് വിമർശിക്കുന്നതെന്ന നിലപാടാണ് M.T. രമേശ് എടുത്തത്. ഇത് മാത്രമല്ല, അനൂപ് ആന്റണി തനിക്ക് ക്രൈസ്തവ സഭയുടെ പിന്തുണ ലഭിച്ചിട്ടുണ്ടെന്ന് ഷോൺ ജോർജിൻ്റെ നിലപാടിനോട് വിയോജിക്കുകയും ചെയ്തു. തുടർന്ന് ഷോൺ ജോർജ് കോർ കമ്മിറ്റി യോഗത്തിൽ തൻ്റെ ഭാഗം വിശദീകരിച്ചു. ക്രൈസ്തവ സഭകളെയോ സഭാ മേലധ്യക്ഷന്മാരെയോ അല്ല താൻ വിമർശിച്ചതെന്നും കോൺഗ്രസിന് അനുകൂലമായി നിന്ന ദീപിക പത്രത്തെയാണ് താൻ വിമർശിച്ചതെന്നും ഷോൺ ജോർജ് വിശദീകരിച്ചു. ഏതായാലും 23-ാം തീയതിയോടെ ബി.ജെ.പിയുടെ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട അവലോകനങ്ങൾ പൂർത്തിയാക്കും. പ്രശാന്ത് കൃഷ്ണ, മാതൃഭൂമി ന്യൂസ്, തിരുവനന്തപുരം.